ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓണത്തിനും വിഷുവിനും ഒക്കെ നമ്മൾ സദ്യയിലേക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്, ബീട്രൂട്ട് പച്ചടി. അപ്പം നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കാണാം. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് വളരെ കനം കുറച്ച് നുറുക്കിയതാണ്. ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കണം, എന്നാലേ നമ്മുടെ പച്ചടിക്കൊരു കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1.5 മുറി നാളികേരം ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4-5 പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കടുകാണ്. നമ്മൾ ചതച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് 5 വറ്റൽമുളകും, ഏകദേശം 4 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഒരു 200 ml തൈര് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് തൈര് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ ഏകദേശം 200 ml തൈര് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ബീട്രൂട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടിൻ്റെ മുകളിലായി വരത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കുക്കറിലൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പച്ചടി ആയതുകൊണ്ട് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഏകദേശം ഒരു ഹാഫ് വേവോളം മതി ഇതിന്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അരച്ചെടുക്കുക വെച്ചാൽ ഒന്ന് ചതച്ചെടുത്താൽ മതി, നല്ലോണം അരയേണ്ട ആവശ്യമില്ല, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഈ പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളക് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് ചെറിയ കഷ്ണാക്കി നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കേണ്ടത്. പക്ഷേ കടുക് മിക്സിയിലെ ജാറിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകൊന്ന് ചതച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ നാളികേരം അരച്ചെടുക്കുന്നുണ്ട്. ഈ കടുക് ഞാനിവിടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എല്ലാ കടുകും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ കടുക് അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ ഏകദേശം 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നാളികേരം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തരിതരിപ്പായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല തരിതരിപ്പായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള കടുകും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ തൈര് നല്ല കട്ടയായിട്ടിരിക്കുകയായിരുന്നു. ഞാനത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തൈര് അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് തൈര്. ഇനി നമ്മുടെ ബീട്രൂട്ടിൽ നന്നായി ഡ്രൈ ആയതിന് ശേഷം ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പച്ചടി ലൂസായിട്ട് പോകും. അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം 200 ml തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ചേർക്കേണ്ടത്. ഈ തൈരൊക്കെ ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യേണ്ട. നാളികേരത്തിൻ്റെ കൂടെ ഞാൻ ആ കടുക് ചതച്ച് വെച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ആ നാളികേരം അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഇതിൽ ചേർത്തു. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പച്ചടി പിന്നെ കൂടുതൽ സമയം തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക്
ഒരു 4ഓളം വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇഷ്ടമായിച്ച വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പം നമ്മുടെ ഓണത്തിനും വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് ബീട്രൂട്ട് പച്ചടി. Thank you.